കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിഷേധം. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് മൃതദേഹവുമായി പ്രതിഷേധം നടക്കുന്നത്. വാഹനമോടിച്ച ആളെ കണ്ടെത്തിയില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഉന്നതരെ രക്ഷിക്കാൻ നീക്കം നടത്തുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ദേവൻ MP ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, എന്താണ് ഇതിലൊരു ദുരൂഹത ഉണ്ട് എന്ന് കുടുംബം പറയാനുള്ള കാരണം? നിലവിൽ പ്രതിഷേധം ഏത് രീതിയിലാണ് നടക്കുന്നത്? ജനുവരി 3-ാം തീയതി ആയിരുന്നു കിളിമാനൂർ പാപ്പാലയിൽ ഈ ദമ്പതികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. അവരുടെ പിറകിൽ വന്ന ഒരു മഹീന്ദ്ര താർ വാഹനം അതിവേഗതയിലെത്തി ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നതായി CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപകടം നടന്ന ശേഷം അല്പനേരം ഈ വാഹനത്തിന് മുന്നിൽ കുടുങ്ങിയ ഈ ദമ്പതികളെ അല്പനേരം ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ വ്യക്തമായിരുന്നു. കിളിമാനൂർ സ്വദേശികളായിട്ടുള്ള അംബികയും രജിത്തും ഈ രണ്ടുപേർ ഈ ദമ്പതികളായിരുന്നു ഈ ബൈക്കിൽ ഉണ്ടായിരുന്നത്, ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ഈ അപകടത്തിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന അംബിക ജനുവരി 7-ാം തീയതി മരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് രജിത്ത്, ഈ ചികിത്സയിലായിരുന്ന രജിത്തും മരിച്ചിട്ടുണ്ടായിരുന്നത്. അപകടത്തിൽ വാരിയലിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതിന്റെ ചികിത്സ പുരോഗമിക്കവേ ഇന്നലെ ചികിത്സ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് രജിത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഈ ദമ്പതികളുടെ മരണത്തിൽ അല്ലെങ്കിൽ ഈ അപകടത്തിൽ ദുരൂഹത എന്ന് പറയുന്നത് ഈ ഇടിച്ച വാഹനം മഹീന്ദ്ര താർ വാഹനമാണ് ഈ ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനം ഇടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അന്നേ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വാഹനത്തിനുള്ളിൽ നിന്നും ഈ 3 ID കാർഡുകൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പക്കലുണ്ടായിരുന്ന ID കാർഡുകൾ, അത് ഇവർ സർക്കാർ ജീവനക്കാരെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ID കാർഡായിരുന്നു, ഐഡന്റിറ്റി കാർഡുകളായിരുന്നു ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് നിലവിൽ ഒരാളുടെ പേരിൽ മാത്രമാണ്. അദ്ദേഹം സർക്കാർ ജീവനക്കാരനല്ല, ഒരു സാധാരണക്കാരനായ. ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന 3 പേരിൽ ഒരാൾക്കെതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. അതും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്ന കാര്യമാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ മറ്റ് 2 പേരെ ഈ സർക്കാർ സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ സർക്കാർ ജോലിയിലുള്ള ഉന്നതരായിട്ടുള്ള 2 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ സംരക്ഷണത്തിലുണ്ടായിരുന്ന ഈ മഹീന്ദ്ര താർ വാഹനം കഴിഞ്ഞ ദിവസം രാത്രി ആരോ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിന്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന എന്ന കാര്യമാണ് ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മരിച്ച രജിത്തിന്റെ മൃതദേഹമായി ബന്ധുക്കളും മറ്റു ആൾക്കാരും ചേർന്ന് നാട്ടുകാരും ചേർന്നുകൊണ്ട് MC റോഡിൽ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് തന്നെ ആ പ്രതിഷേധം അവിടെ നിന്നും പ്രതിഷേധക്കാരെല്ലാം തന്നെ പോലീസ് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. റോഡിൽ ഇപ്പോൾ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ സംഭവമായി ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 3 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ വാഹനം ഓടിച്ച ആള് കൃത്യമായി ആരാണെന്ന് കണ്ടെത്തി അയാൾക്കെതിരെയും കൃത്യമായി നിയമ നടപടി സ്വീകരിക്കണമെന്ന കാര്യമാണ് ബന്ധുക്കൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ പോലീസിന്റെ നടപടി ഇക്കാര്യത്തിൽ വലിയൊരു അലംഭാവം ഈ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയൊരു അലംഭാവം കാണിക്കുന്നു എന്നുള്ള കാര്യമാണ് ബന്ധുക്കൾ പ്രധാനമായി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന വാഹനത്തിൽ 3 പേരുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും നാട്ടുകാർ ചേർന്നാണ് ഈ അപകടത്തിന് ശേഷം ഈ താർ വാഹനം അവിടെ പിടിച്ചു നിർത്തുകയും അതിലുണ്ടായിരുന്ന ആൾക്കാരെ പോലീസിന് പിടിച്ചു കൊടുക്കുകയും. പക്ഷേ ഇതെല്ലാം ചെയ്തപ്പോഴും പോലീസ് കേസെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് നടന്നപ്പോൾ മറ്റ് 2 പേരെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന 2 പേരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സാധാരണക്കാരനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ പ്രധാനമായി ഉന്നയിക്കുന്നത്. അങ്ങനെ വാഹനത്തിലുണ്ടായിരുന്ന 3 പേർക്കെതിരെയും ഒരേ സമയം തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്നും വാഹനം ഓടിച്ച ആൾക്കെതിരെ കൃത്യമായി അപകടത്തിന് മരണത്തിനിടയാക്കിയ സ്ഥിതിക്ക് കൃത്യമായി കൊലക്കുറ്റത്തിനടക്കം കേസ് കൊടുത്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ബന്ധുക്കൾ പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഏതായാലും MC റോഡിൽ തുറന്നു വന്നിരുന്ന പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോഴും ബന്ധുക്കളുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇതിൽ നിയമ നടപടി സ്വീകരിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബന്ധുക്കൾ പറയുന്നത്. ശരി ദേവൻ, കിളിമാനൂരിലാണ് വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം അവിടെ ഉയരുന്നത്.